സമ്മർദ്ദത്തിന് ഒടുവിലോ എന്നുള്ള ചർച്ചയിൽ സമ്മർദ്ദത്തിന് ഒടുവിൽ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അതൊരു നടപടിയിലേക്ക് കടന്നു എന്നൊന്നും ഈ ഘട്ടത്തിൽ പറയാനായിട്ടില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗിക വിജയത്തിൻ്റെ ദിവസമാണെന്ന് ഞാൻ കരുതുകയാണ്. WCC 7 വർഷം മുമ്പ് തുടങ്ങിവെച്ച, അതിനു മുമ്പ് ആക്രമിക്കപ്പെട്ട നടി തുടങ്ങിവെച്ച ഒരു പോരാട്ടം, അതാണ് ഇന്ന് അവൾക്കൊപ്പമുള്ളവർ ഓർമ്മിച്ചത്. ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ WCCയുടെ പ്രതികരണം ആ നിലയ്ക്കാണ് വന്നത്. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ആദ്യത്തെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. തലകൾ ഉരുളുന്നു, ആദ്യ 2 തലകൾ ഉരുണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സ്വാധീനമുള്ള 2 പേരുടെ തലകളാണ് ഇപ്പോൾ ഉരുണ്ടിരിക്കുന്നത്. ഇനിയും പ്രതികരണങ്ങൾ വരുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കെതിരെ വരെ ഉയരുന്ന ആരോപണങ്ങൾ. ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ഇതാദ്യമല്ല, ഇതിനു മുമ്പും ഉയർന്നിട്ടുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേരത്തെയും വന്ന പല വിവാദങ്ങൾക്കും ശേഷമാണ് അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമായത് എന്നുള്ള കാര്യം, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് എന്നുള്ള വിഷയവും അവിടെ നിൽക്കുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാടുകളിൽ നാൾ വഴികൾ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സർക്കാർ ഇപ്പോൾ സമ്മർദ്ദത്തിനൊടുവിൽ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ രഞ്ജിത്ത് രാജിവെക്കുമ്പോൾ പോലും തൻ്റെ രാജിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇടത് സർക്കാരിനെ രക്ഷിക്കാനുള്ള രാജി എന്ന മട്ടിലാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ അദ്ദേഹത്തോട് കൂടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം രാജ്യത്തെ തന്നെ പ്രഗത്ഭനായ ചലച്ചിത്രകാരൻ എന്ന രൂപത്തിൽ അതിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്ന ഒരു കാര്യം, സ്ത്രീവിരുദ്ധത പടർന്നു പന്തലിച്ചു എന്നാണ്. അതായത് സമൂഹത്തിലാകെ സ്ത്രീവിരുദ്ധത പടർന്നു പന്തലിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ആ പടർന്നു പന്തലിച്ചത് അങ്ങ് പടർന്ന് മന്ത്രിയിലേക്കും ഒക്കെ പടർന്നിരിക്കുന്നു, പാർട്ടിയിലേക്കും പടർന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതാണോ ഈ കാര്യങ്ങൾക്ക് ഈ ഇത്ര പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുമ്പോഴും അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണമല്ല. ആ പ്രാഥമിക അന്വേഷണം നടത്തിക്കൂടെ എന്ന് സർക്കാർ ചോദിച്ചതാണ്. ആ പ്രാഥമിക അന്വേഷണം നടത്തിക്കൂടെ എന്ന് ഇവിടെ മാധ്യമങ്ങൾ ചോദിച്ചതാണ്, ഇവിടെ നിയമവിദഗ്ധർ ചോദിച്ചതാണ്. പക്ഷേ അതിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കിതിൽ റോളില്ല എന്ന് പറയുന്നതിനാണ് കൂടുതൽ സമയവും മന്ത്രി ചെലവഴിച്ചത് നമ്മൾ കണ്ടതാണ്. എനിക്കിനി റോളില്ല, ഞാനത് SPI ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, വകുപ്പിന് റോളില്ല. ഇതിപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതിനപ്പുറം മുഖ്യമന്ത്രിക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ പുറത്തെ ഇത്തരം പ്രതികരണങ്ങളിൽ സജി ചെറിയാനോട് അനിഷ്ടം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി എന്നൊരു വാർത്ത ഇവിടെ വരുന്നുണ്ട്. അതൊന്നുമല്ല, അദ്ദേഹത്തോട് അനിഷ്ടം പ്രകടിപ്പിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഇതിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് പോക്സോ കേസ് ആരോപണമാണ്. ആ ആരോപണത്തിൽ കേസെടുത്തില്ല. 2 പേരും ഇപ്പോൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്. AMMA ജനറൽ സെക്രട്ടറിയാണ് രാജിവെച്ചിരിക്കുന്നത്, അപ്പുറത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രാജിവെച്ചിരിക്കുന്നത്. ഈ 2 രാജികൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നുള്ള രാജി മാത്രമാണ്. അതിനപ്പുറം നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോക്സോ കേസിൽ ഒരു പരാതി വേണ്ട, ഉടനടി കേസെടുക്കാവുന്നതാണ്. ആ കേസെടുത്തിട്ടില്ല. ഇപ്പോൾ കൊച്ചിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തി പരാതി നൽകിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ആ പരാതിയുടെ ആവശ്യമില്ല, പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. ഈ മൊഴികളും ഈ വെളിപ്പെടുത്തലുകളും ഇതാദ്യമല്ല എന്നിടത്താണ് സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ സമീപനം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇന്നിപ്പോൾ ഒരുപാട് പേർ WCCയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട നടന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ പരാതി പറഞ്ഞ ശേഷം തങ്ങൾക്ക് സിനിമയില്ലാതായ കഥ പറയുന്നു. ഇവിടെ ദിവ്യ ഗോപിനാഥ് എന്ന നടി പറയുന്നത് താൻ ഒരു കാര്യം പരാതിപ്പെട്ട ശേഷം, അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾക്കെതിരെയൊന്നുമല്ല, അലൻസിയർ എന്ന നടനെതിരെയാണ് പരാതിപ്പെട്ടത്. ആ പരാതിക്ക് ശേഷം തനിക്ക് സിനിമയില്ലാതായി. ആ പരാതിക്ക് ശേഷം അലൻസിയർ അവാർഡ് ലഭിച്ചു. ആ അവാർഡ് ലഭിച്ച സ്ത്രീയുടെ രൂപത്തിലുള്ള പുരസ്കാരം പിടിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പുറകിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയല്ലാത്ത നടപടികൾ ചെയ്തുകൊണ്ടാണ് സർക്കാർ അത് തെളിയിക്കേണ്ടത്. ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രാഥമിക അന്വേഷണത്തിന് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ റിപ്പോർട്ട് കോടതിയിലേക്ക് പോവുകയാണല്ലോ. അതായത് 10-ാം തീയതിക്ക് മുമ്പ് മുഴുവൻ റിപ്പോർട്ടും കോടതിയുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ എത്തിയ ശേഷം കോടതി പറയട്ടെ, എല്ലാം കോടതി പറയട്ടെ. ഞങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് സർക്കാർ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ഇതൊന്നും ഞങ്ങളായിട്ട് ചെയ്യുന്നതല്ല, ഇതൊക്കെ കോടതി പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്ന് സർക്കാർ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ഇവിടെ വേട്ടക്കാർ എന്ന ആരോപണ വിധേയർ ആർക്ക് വേണ്ടിയാണോ സർക്കാർ നിൽക്കുന്നതെന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇവിടെ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ സമ്മർദ്ദത്തിലാവുന്നുണ്ട് സർക്കാർ എന്നുള്ള കാര്യമാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പോൾ മറ്റൊരു ആരോപണ വിധേയനും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി KB ഗണേഷ് കുമാർ, അദ്ദേഹം പറയുന്നു ഒരു ആരോപണത്തിലും താനിപ്പോൾ പ്രതികരിക്കാനില്ല, ഇപ്പോൾ ഒന്നിലും പ്രതികരിക്കാനില്ല എന്ന്. അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരായ ആരോപണത്തിൽ സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്, മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ഇവരെങ്ങനെയാണ് മന്ത്രിസഭയിൽ തുടരുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്.
ഈ ആരോപണങ്ങളൊക്കെ മുൻപ് കേട്ട ശേഷവുമാണ് ഇവർ മന്ത്രിസഭയിൽ വന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലെത്തിയ ശേഷം അത് വായിച്ച ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഈ മന്ത്രിപദവി നൽകിയത്. അപ്പോൾ അവിടെയും സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഈ ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാവുകയും മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വെളിപ്പെടുത്തലുണ്ടാകുകയും അതിന്മേൽ സർക്കാർ ആക്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു വലിയ വിഷയം ഇപ്പോൾ ഒരുപക്ഷെ ശ്രീലേഖ മിത്ര അവിടെ ബംഗാളിൽ പ്രതികരിച്ചുകൊണ്ടാകാം. മറ്റ് സംസ്ഥാനങ്ങളിലും അതൊരു വലിയ ചർച്ചയാകുന്നു, മറ്റ് സിനിമാ മേഖലകളിലും അത് വലിയ ചർച്ചയാകുന്നു. അവിടെയും മറ്റു സിനിമാ മേഖലയിലും ഇത്തരത്തിലൊരു കമ്മിറ്റി വേണ്ടതുണ്ട് എന്നൊരു ചർച്ചകളിലേക്കൊക്കെ അത് കടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവിടെ നിൽക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം അവർ അറിയുന്നില്ല, അതിനങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഏത് സമയത്തും സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? രാജ്യത്ത് ആദ്യമായി ഇതാ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു. അവരങ്ങനെ സ്വയം കമ്മിറ്റി രൂപീകരിച്ചതല്ലോ, അതിന് മുന്നിൽ ഒരു പോരാട്ടമുണ്ടല്ലോ. ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടമുണ്ട്, അതിനുശേഷം WCC എന്ന സംഘടനയുടെ പോരാട്ടമുണ്ട്, അതിനുശേഷമാണല്ലോ ഈ കമ്മിറ്റി ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം എന്ത് സർക്കാർ ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോൾ സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയിപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന മൊഴികളിലെ പ്രാഥമിക അന്വേഷണം എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്നറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസമില്ലാതെ, അതായത് ഈ ഇരകളാണ് പറയുന്നത്, അവരവരുടെ വേദിയിൽ നിന്നാണ് കരഞ്ഞാണ് പറയുന്നത്. അവർക്ക് നാളെ അവരുടെ ഒരുപക്ഷെ ഭാവിയെ, ജോലിയെ തന്നെ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന കാര്യമായിരിക്കാം. അവരുടെ വീട്ടിലും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്, രേവതി പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു ഫെയിമിന് വേണ്ടിയിട്ടൊന്നല്ല, ഈ പറയുന്നത് എന്തിനാണ് എന്ന് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവരതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കേസെടുക്കാമെന്നൊക്കെയുള്ള പ്രതികരണം തന്നെ വളരെ മോശമാണ്. ഏതായാലും നോക്കാം ഈ പ്രാഥമിക അന്വേഷണം എവിടെ നിൽക്കുന്നു. 10-ാം തീയതി സർക്കാരിന് മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ ഇനി കോടതിയിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷ. നിലവിൽ ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് സമ്മർദ്ദത്തിനൊടുവിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. Meet the editors.